ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈഫ്രോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മെഷീനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ നമ്മുടെ സാധാരണ സിംഗിൾ മെഷീനുണ്ട്, അതുപോലെ തന്നെ പവർ മെഷീനുണ്ട്. ഇത് ഞാൻ അടുത്തിടയ്ക്കായിട്ട് വാങ്ങിച്ചതാണ്. ഇത് വാങ്ങിയതിൻ്റെ വ്ളോഗൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടേബിൾ ടോപ്പ് മെഷീനും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാനിന്ന് പറയുന്നത് നമ്മുടെ ഈ മൂന്ന് മെഷീനുകൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള മൂന്ന് മെഷീനുകളെ കുറിച്ചുള്ള കമ്പാരിസൺ അല്ല. കാരണം ഈ മൂന്ന് മെഷീനും നല്ല മെഷീൻസ് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഉപയോഗം അനുസരിച്ചാണ് നമ്മളിത് വാങ്ങേണ്ടത്. അപ്പോൾ ധാരാളം കമൻറ്റുകൾ വരാറുണ്ട്, ഞങ്ങൾ ഏത് മെഷീൻ വാങ്ങണം അങ്ങനെ ചോദിച്ചിട്ട്, ഏത് മെഷീനാണ് നല്ലത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറയുന്നു, നിങ്ങളുടെ ഉപയോഗം അനുസരിച്ചിട്ടാണ് നമ്മൾ മെഷീൻ സെലക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ മൂന്ന് മെഷീനും നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. ആദ്യം നമുക്ക് ഈ മെഷീനെ കുറിച്ച് നോക്കാം. ഇത് നമ്മുടെ സാധാരണ തയ്യൽ മെഷീനാണ്. പണ്ട് മുതലേ എല്ലാ വീടുകളിലും കണ്ടുവരുന്ന ഒരു മെഷീനാണ്. അപ്പോൾ നിങ്ങൾ മെഷീൻ വാങ്ങുമ്പോൾ ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ്, നിങ്ങളുടെ കയ്യിൽ എത്ര പൈസയുണ്ട് എന്നുള്ളതിനെയും കൂടി ആശ്രയിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഉപയോഗവും അതിനെയും കൂടി ആശ്രയിച്ചിട്ടാണ് നിങ്ങൾ മെഷീൻ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ നിലവിലുള്ളതിൽ ഏറ്റവും വില കുറഞ്ഞ മെഷീനാണിത്. ഇത് ഞാൻ ആദ്യം വാങ്ങിയ മെഷീനാണ്. അതുപോലെ തന്നെ നമ്മൾ തുടക്കക്കാർക്ക്, ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നവർക്ക് നല്ല ഒരു മെഷീനാണിത് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ മറ്റ് മെഷീനുകളിലൊക്കെ തന്നെയും കറണ്ട് വേണം. കറണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ പവർ മെഷീനോ അല്ലെങ്കിൽ ടേബിൾ ടോപ്പ് മെഷീനോ അംബ്രല്ല മെഷീനോ ഒക്കെ തന്നെയും വർക്ക് ചെയ്യില്ല. ഇതിന് നമുക്ക് കറണ്ട് വേണമെന്നില്ല. കറണ്ട് പോകുന്ന സമയത്തും നമുക്കിതിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മെഷീൻ കാലുകൊണ്ട് ചവിട്ടി തയ്ക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളവർക്ക് ഒരു മോട്ടർ വാങ്ങി ഫിറ്റ് ചെയ്യാനും പറ്റും. മോട്ടറിനൊരു 500 മുതൽ 1000 വരെയൊക്കെ റേഞ്ചിലാണ് വിലയാവുന്നത്. കമ്പനികളുടെ അനുസരിച്ചിട്ട് വ്യത്യാസം വരും മോട്ടറിൻ്റെ വിലയിൽ. ഓക്കെ, ഇന്ന് നമ്മൾ ഈ മെഷീൻ നിങ്ങളുടെ വീട്ടിലെ പർപ്പസിന് മാത്രം തയ്ക്കാൻ, നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും അത്യാവശ്യം നിങ്ങൾക്ക് ഒന്ന് അയൽവക്കത്തൊക്കെ തയ്ച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തയ്ക്കാൻ, ഒത്തിരി തയ്ക്കാനൊന്നും ഈ മെഷീനിൽ പറ്റില്ല. ഈ മെഷീൻ്റെ വില വന്നിട്ട് ഒരു 5000 മുതൽ 6000 രൂപ വരെയൊക്കെ ആകും. അത് ഇപ്പോൾ കടകളുടെ അനുസരിച്ചിട്ടൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും കേട്ടോ. ആ ഒരു റേഞ്ചേ ഈ മെഷീന് വരുന്നുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ കാര്യങ്ങൾ തയ്ക്കാനും അതുപോലെ ഒരു പുറമേയൊക്കെ തയ്ച്ച് ഒത്തിരി തയ്ക്കാൻ പറ്റില്ല, ഒരു 2-3 നൈറ്റിയും അല്ലെ 1-2 ബ്ലൗസൊക്കെ തയ്ച്ചു കൊടുക്കുന്ന ചെറിയ ചെറിയ തയ്യലുള്ള ആൾക്കാർക്ക് ഈ മെഷീൻ ധാരാളമാണ്. നല്ല മെഷീൻ തന്നെയാണ്. അതുപോലെ ഈ സിംഗിൾ മെഷീനിൽ നമുക്ക് പാൻറ്, ജീൻസ് അതുപോലെയുള്ള തുണികളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം ഒരു ചെറിയ കീറലൊക്കെ തുന്നാം എന്നുള്ളതല്ലാതെ കണ്ടിന്യൂസ് ആയിട്ടൊരു പാൻറ് തയ്ക്കാനോ അതൊന്നും ഈ മെഷീനിൽ പറ്റില്ല കേട്ടോ. പിന്നെ ഇതിൽ കൂടുതൽ തയ്യലുള്ള ആൾക്കാരാണെങ്കിൽ, കുറേ അധികം തയ്യലുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ തന്നെ ഡബിൾ മെഷീൻ നമുക്ക് അവൈലബിൾ ആണ്. കുറച്ചും കൂടി ഹെവി ഡ്യൂട്ടിയാണ്. അംബ്രല്ല മെഷീൻ, ഡബിൾ മെഷീൻ അങ്ങനെയൊക്കെയാണ് അതിന് പറയുന്നത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പണ്ടൊക്കെ നമ്മൾ ഏത് തയ്യൽ കടകളിൽ ചെന്നാലും അങ്ങനെയുള്ള മെഷീൻസാണ് കൂടുതലായിട്ടും ഉണ്ടാവാറുള്ളത്, നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന് ഏകദേശം എനിക്ക് തോന്നുന്നു 12 രൂപ, 10-12 ആ ഒരു റേഞ്ചിലൊക്കെ വിലയാകും. കുറേയും കൂടി വിലയാകും അതിന്. അതുപോലെ തന്നെ കുറച്ചുകൂടി വലിപ്പം ഉണ്ടാകും മെഷീന്. അതുപോലെ തന്നെ നമ്മുടെ ഈ മെഷീനിൽ സ്ട്രെയിറ്റ് സ്റ്റിച്ച് മാത്രമേ പറ്റുകയുള്ളൂ. വേറെ യാതൊരു തരത്തിലുള്ള ഹെം ചെയ്യാനോ അങ്ങനെയുള്ള യാതൊരു ഓപ്ഷൻസും ഇതിലില്ല. ഒൺലി സ്ട്രെയിറ്റ് സ്റ്റിച്ച്. ഇനി അടുത്തതായിട്ട് നമുക്ക് പവർ മെഷീൻ പരിചയപ്പെടാം. അപ്പം ഞാൻ ഡബിൾ മെഷീൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഡബിൾ മെഷീൻ ഞാൻ പഠിക്കാൻ പോയിടത്തൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഞാൻ വാങ്ങിയിട്ടില്ല ഡബിൾ മെഷീൻ. ഞാൻ സിംഗിൾ മെഷീൻ കഴിഞ്ഞിട്ട് പിന്നെ പവർ മെഷീൻ, പിന്നെ നമ്മുടെ ടേബിൾ ടോപ്പ് മെഷീൻ വാങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പവർ മെഷീനാണ് വാങ്ങിയത്. അപ്പോൾ ഈ പവർ മെഷീനെ സംബന്ധിച്ചാൽ ഇതിന് കുറച്ചുകൂടി വില അധികമാണ്. ഒരു 22,000 രൂപയൊക്കെ ആകും ഇതിന് വില വരുന്നത്. അതുപോലെ തന്നെ ഇത് 24 hours എത്ര തയ്യലുള്ള ആൾക്കാർക്കും ഒത്തിരി യൂണിറ്റൊക്കെ തുടങ്ങുന്നവർക്ക് ഏറ്റവും നല്ല മെഷീനാണ്. എത്ര നേരം വേണമെങ്കിലും നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാം. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഒരു കേടൊന്നും വരില്ല. അതുപോലെ ഇതിന് ഓയിലൊന്നും നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓയിൽ താഴെയായിട്ട് ഇതിനൊരു ഓയിൽ ടാങ്ക് ഉണ്ട്. അതിൽ മാത്രം നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഓൾറെഡി ഇതിലൊക്കെ അത് ഫില്ലായിക്കോളും. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതനുസരിച്ച് എന്നും വർക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഈ മെഷീൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ മറ്റു മെഷീനിൽ ഒരു മണിക്കൂർ കൊണ്ട് തയ്ക്കുന്ന സാധനം നമുക്കിതിൽ അരമണിക്കൂർ കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അത്ര ഫാസ്റ്റായിട്ടാണ് ഇതിൻ്റെ സ്റ്റിച്ച് വീഴുന്നത്. അതുപോലെ തന്നെ സ്റ്റിച്ചിങ് പെർഫെക്ഷനും നല്ല സ്റ്റിച്ചിങ് പെർഫെക്ഷനാണ്. എത്ര കട്ടി കൂടിയ തുണികളും, ഇപ്പോൾ ജീൻസ് ആവട്ടെ പാൻ്റ് ആവട്ടെ അല്ലെങ്കിൽ ഒരു 3-4 ലെയർ ആയിട്ടുള്ള തുണികളൊക്കെ തന്നെയും വെച്ചാലും ഇതിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. കറണ്ടിലാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. കറണ്ട് ഇല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. പിന്നെ ഈ മെഷീൻ നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ ഒത്തിരി കറണ്ട് ആവും എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. 350 മുതൽ 500 വരെ വാട്ട് മാത്രമേ ഇതിൻ്റെ മോട്ടറിനുള്ളൂ. ഇത് ഇൻവെർട്ടറിലും നമുക്കിപ്പോൾ കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻവെർട്ടറിൽ പോലും നമുക്ക് അത്യാവശ്യം വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പ്രത്യേകത, വളരെ സൗണ്ട്ലെസ് ആണ്. സൗണ്ടേ ഇല്ല ഇതിന്. നമുക്ക് രാത്രിയിലൊക്കെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് വീട്ടിലുള്ള മറ്റുള്ളവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ, സൗണ്ട് ഇല്ലാതെ
വളരെ ഫാസ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മെഷീനാണ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ മാത്രമല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഞാനിപ്പോൾ ജാക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്, അങ്ങനെയല്ല. പവർ മെഷീൻ്റെ എല്ലാ മെഷീൻസും, ഉഷയുടെ ഉണ്ട്, സിംഗറിൻ്റെ ഉണ്ട്, ജാക്ക്, ജൂക്കി, അങ്ങനെ ഒത്തിരി മെഷീൻസ് ഉണ്ട്. എല്ലാ മെഷീൻസും. അപ്പം ഈ ഒരു പ്രത്യേക മെഷീൻ മാത്രമാണോ ഇങ്ങനെ, അങ്ങനെയല്ല. അതുപോലെ തന്നെ സിംഗിൾ മെഷീൻ്റെയും ഞാനത് മെറിറ്റാണ്, സിംഗറിൻ്റെ മെറിറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഉഷ, അങ്ങനെ ഒത്തിരി മെഷീൻസ് ഉണ്ട്. എല്ലാ മെഷീനും നല്ലത് തന്നെയാണ്, എല്ലാ ബ്രാൻഡുകളും നല്ലതാണ്. പിന്നെ ഈ മെഷീൻ നിങ്ങൾക്ക് വാങ്ങണോ എന്നുള്ളത്, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമതായിട്ട് ഇതിൻ്റെ പ്രൈസ് എല്ലാ മെഷീനെക്കാട്ടിലും നല്ല പ്രൈസ് കൂടുതലാണ് ഇതിന്. 22,000 മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് തന്നെ. 22, 23 അങ്ങനെ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ധാരാളം തയ്യലുള്ളവരാണെങ്കിൽ, അതായത് ഒത്തിരി തയ്യലുള്ളവരാണെങ്കിൽ മാത്രമേ ഇത് വാങ്ങേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ യൂണിറ്റ് ആയിട്ട് തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഇത് വളരെ നല്ലതാണ്. ബിഗിനേഴ്സിന്, തയ്യൽ പഠിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നമുക്ക് മാത്രം തയ്ക്കുന്ന ആൾക്കാർക്കോ ഒന്നും ഈ മെഷീൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ട്, ഇത്രയും രൂപ മുടക്കാനുള്ള ബഡ്ജറ്റ് ഉണ്ട്, നിങ്ങൾക്കൊരു മെഷീൻ വേണം, അങ്ങനെയുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്കൊരു പവർ മെഷീൻ വാങ്ങാൻ സജസ്റ്റ് ചെയ്യും. കാരണം ഇതിന് മിനിമം കംപ്ലൈൻറ്റുകളെ വരാറുള്ളൂ. അതുപോലെ തന്നെ സ്റ്റിച്ചിങ് പെർഫെക്ഷൻ വളരെ നന്നായിട്ട് കിട്ടും. അതുപോലെ തന്നെ തുടക്കക്കാർക്ക് നമുക്കിതിൻ്റെ സ്പീഡ് കുറച്ച് തയ്ക്കാൻ പറ്റും. പിന്നെ ഈ മെഷീൻ നമ്മളിപ്പോൾ സിംഗിൾ മെഷീനൊക്കെയാണ്, ഇപ്പോൾ കുറച്ച് നാളൊന്ന് വർക്ക് ചെയ്യിപ്പിച്ചില്ലെങ്കിലും കുറച്ചൊന്ന് എണ്ണയൊക്കെ ഇട്ടെടുത്താൽ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ഈ മെഷീൻ അങ്ങനെയല്ല, പ്രശ്നം വരും എന്നല്ല, ഞാനിതുവരെ അങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. എന്നാൽ പോലും ഇത് നമ്മൾ മേടിക്കുമ്പോൾ ഷോപ്പുകാർ പറയുന്നത് എന്നും കുറച്ചെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. കാരണം നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഇതിൽ കയറി ഇറങ്ങി ഒന്ന് കണ്ടീഷൻ ആവുകയുള്ളൂ ഈ മെഷീൻ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ പ്രത്യേകിച്ചുള്ള ഒരു കാര്യം, ഈ മെഷീനിലും നമ്മുടെ സിംഗിൾ മെഷീനെ പോലെ തന്നെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. വേറെ ഒരു തരത്തിലുള്ള സ്റ്റിച്ചും ഇതിൽ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സിംഗിൾ മെഷീൻ്റെ വലിയൊരു രൂപമാണ് ഇത്, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് എന്ന് മാത്രമേ ഇതിന് പ്രത്യേകതയുള്ളൂ. അല്ലാണ്ട് വേറെ ഹെമ്മിങ്ങോ അല്ലെങ്കിൽ ലോക്ക് ചെയ്യാനോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കരുത് ഇത്രയും വിലയുള്ള മെഷീനല്ലേ അപ്പോൾ ഇതിനകത്ത് എല്ലാത്തരം സ്റ്റിച്ചുകളും പറ്റും, അങ്ങനെയല്ല കേട്ടോ. എല്ലാ സ്റ്റിച്ചുകളും പറ്റില്ല, സ്ട്രെയിറ്റ് സ്റ്റിച്ച് മാത്രമേ പറ്റുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇത് കൂടുതലും ഇൻഡസ്ട്രിയൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന മെഷീനാണ്. ഈ യൂണിറ്റുകളും ഒത്തിരി നൈറ്റി യൂണിറ്റ്, ഷർട്ട് യൂണിറ്റ് ഒക്കെ തുടങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് വളരെ ഫാസ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ, നല്ല സ്റ്റിച്ചിങ് പെർഫെക്ഷനിൽ എടുക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് എന്നുള്ളതല്ലാതെ കൂടുതൽ സ്റ്റിച്ചുകൾ നിങ്ങളിതിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഒത്തിരി സ്റ്റിച്ചിങ് ഉള്ളത് കൊണ്ടാണോ ഇത് വാങ്ങിയത് എന്ന്. അല്ല കേട്ടോ, ഞാനങ്ങനെ ഈ പറയുന്ന പോലെ ഒത്തിരി സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. നമ്മുടെ അത്യാവശ്യം വീഡിയോയ്ക്കും എൻ്റെ കാര്യങ്ങൾക്കും പിന്നെ കുറച്ചൊക്കെ പുറത്ത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ഫ്രോക്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും ഒക്കെ ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ എനിക്ക് ഇതിനോടൊരു ആഗ്രഹം കൊണ്ട് വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ ഇത് കണ്ടിട്ടുണ്ട്, അവർ സ്റ്റിച്ച് ചെയ്യുന്നതും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുമുണ്ട്. അപ്പോൾ വളരെ സ്മൂത്താണ്. അപ്പോൾ ഇത് വാങ്ങിച്ചതിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇതിലാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളൂ. ഇതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നമ്മൾ വേറൊരു മെഷീൻ ഉപയോഗിക്കില്ല, അതാണ് സത്യം. കാര്യം അത്രയ്ക്കും സ്മൂത്താണ് ഇതിൻ്റെ, അതുപോലെ പെർഫെക്റ്റുമാണ് അതിൻ്റെ സ്റ്റിച്ചിങ്. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇതേ കാണിക്കുന്നത് ടേബിൾ ടോപ്പ് മെഷീനാണ്. ഫാഷൻ മേക്കർ എന്നൊക്കെ പറയുന്ന മെഷീനാണ്, സിംഗറിൻ്റെ മെഷീൻ തന്നെയാണ്. ഇത് ഞാൻ രണ്ടാമതായിട്ട്, അതായത് സിംഗിൾ മെഷീൻ വാങ്ങിക്കഴിഞ്ഞിട്ട് രണ്ടാമതായിട്ട് വാങ്ങിയ മെഷീനാണിത്. അപ്പോൾ നമ്മുടെ ഡിസൈനർ വർക്കൊക്കെ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മെഷീനാണിത്. ഇത് ഞാൻ ഒത്തിരി യൂസ് ചെയ്ത ഒരു മെഷീൻ കൂടിയാണ് കേട്ടോ. അപ്പം എല്ലാവരും പറയും ഇങ്ങനെയുള്ള മെഷീൻ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകും ഒത്തിരി യൂസ് ചെയ്താലെന്നൊക്കെ. പക്ഷേ ഞാൻ ഒത്തിരി യൂസ് ചെയ്തിട്ടുള്ള മെഷീനാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. ഈ മെഷീനിൽ സ്ട്രെയിറ്റ് സ്റ്റിച്ചിനോടൊപ്പം തന്നെ നമുക്കിത് ഹെമ്മിങ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ബട്ടൺ ഹോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി വർക്കുകൾ ഇതിനകത്ത്, ഇത് കണ്ടോ, സിക്സാഗ്, അങ്ങനെ ഒത്തിരി വർക്കുകൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ടൊരു 2 മണിക്കൂറൊക്കെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഓഫ് ചെയ്ത് വെക്കണം. കാരണം ഇത് മെഷീൻ ചൂടാകും പെട്ടെന്ന്. അതുപോലെ തന്നെ ഇതിൻ്റെ, നിങ്ങൾക്ക് ഒത്തിരി വർക്കുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ ഹെവി ഡ്യൂട്ടി മെഷീൻ കിട്ടും കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള മെഷീൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എനിക്ക് തോന്നുന്നു 8,000 മുതലാണ് കിട്ടുന്നതെന്ന് തോന്നുന്നു. സിംഗറല്ല, സിംഗറിൻ്റെയും ഉഷയുടെയും അങ്ങനെ ഒത്തിരി കമ്പനികളുടെ ഉണ്ട്. എല്ലാം നല്ലത് തന്നെയാണ് കേട്ടോ. എല്ലാത്തിലും ഞാൻ ഈ പറഞ്ഞ പ്രത്യേകതകളൊക്കെ തന്നെയുണ്ട്. പിന്നെ നമ്മുടെ അത്യാവശ്യം വീട്ടിലേക്കും, അത്യാവശ്യം ഞാൻ ആ സിംഗിൾ മെഷീൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വീട്ടിലെ നമ്മുടെ പർപ്പസിനും അതുപോലെ കുറച്ചൊക്കെ പുറത്ത് തയ്ച്ചു കൊടുക്കാനും പറ്റിയ മെഷീൻ തന്നെയാണിത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇത് വളരെ ചെറുതാണ്, കണ്ടില്ലേ. നമുക്കിത് കബോർഡിലൊക്കെ എടുത്ത് വെച്ച് നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ മാറ്റി വെക്കാൻ പറ്റും. സ്ഥലം വളരെ കുറച്ച് മതി ഈ മെഷീൻ യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒക്കെ നമുക്കിതൊന്ന് കണ്ടോ ഇങ്ങനെ ക്യാരി ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പം ഞാൻ നാട്ടിലൊക്കെ പോകുമ്പം ചിലപ്പോഴൊക്കെ ഇതും കൊണ്ടുപോകാറുണ്ട്. കാറിലെടുത്ത് വെച്ചാൽ മതിയല്ലോ, വളരെ ചെറുതല്ലേ, നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല മറ്റ് മെഷീൻസിനെ പോലെ. പിന്നെ ഈ മെഷീനിലും കട്ടിയുള്ള തുണിയൊന്നും തയ്ക്കാൻ പറ്റില്ല കേട്ടോ. കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേയധികം സ്റ്റിച്ചസ് ഉണ്ട്. അപ്പോൾ ഫ്രോക്കൊക്കെ തയ്ക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ തുടക്കക്കാർക്ക് ഈ മെഷീൻ നല്ലതാണോ എന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ് കേട്ടോ. നമുക്ക് തുടക്കക്കാർക്കും ഇത് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. കാരണം ഇതും കറണ്ടിലാണ് ഇത് പ്രവർത്തിക്കുന്നത്, അതൊരു പ്രത്യേക
കാര്യമാണ് കേട്ടോ. കറണ്ട് ഇല്ലെങ്കിൽ ഇത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇങ്ങനെ പ്രവർത്തിപ്പിക്കുന്നത് നമ്മൾ വണ്ടിയുടെ ആക്സിലേറ്ററൊക്കെ ചവിട്ടുന്നത് പോലെ അതൊന്നും ചെയ്ത് കിട്ടിയാൽ മതി, റെഡിയായി കിട്ടിയാൽ മതി. നിങ്ങൾക്ക് തുടക്കക്കാർക്കും ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നല്ല മെഷീൻ തന്നെയാണ്. ഇതിന് സ്റ്റാർട്ടിങ് 8500 തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അത്രയും ബഡ്ജറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ബഡ്ജറ്റേ ഉള്ളെങ്കിൽ നിങ്ങൾ സിംഗിൾ മെഷീൻ വാങ്ങുക. അപ്പോൾ ഈ പ്രൈസിൻ്റെ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മെഷീൻ നല്ല മെഷീൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും നമ്മുടെ സാധാരണ സിംഗിൾ മെഷീനും ഇതും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ചസ് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ആ മെഷീൻ പോരെ എന്ന്. ഞാൻ പറഞ്ഞല്ലോ ഒന്നാമതായിട്ട് ഇതിന് സ്ഥലം വളരെ കുറവ് മതി, അതൊരു പോയിൻ്റാണ്. പിന്നെ നമ്മുടെ ഈ മെഷീൻ സാധാരണ മെഷീൻ ആണെങ്കിൽ ഇപ്പം നിങ്ങൾ എത്ര വർഷം യൂസ് ചെയ്യാതിരുന്നാലും, എൻ്റെ വീട്ടിലൊക്കെ ഒരു 50-60 വർഷം പഴക്കമുള്ള മെഷീൻ കിടപ്പുണ്ട്, ഇപ്പോഴും നല്ല വർക്കിംഗ് കണ്ടീഷനാണ്. ഒന്ന് ഓയിലിട്ട് അത്യാവശ്യം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ ഇപ്പോഴും നന്നായിട്ട് വർക്ക് ചെയ്യും. അതാണ് ഈ മെഷീൻ്റെ ഒരു ഗുണം. എത്ര നാൾ കഴിഞ്ഞാലും ഇത് കേടാവില്ല, നമുക്ക് തന്നെ മെയിൻ്റെനൻസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു മെഷീൻ നല്ലതാണെന്നോ അല്ലെങ്കിൽ ഒരു മെഷീൻ മോശമാണെന്നോ അല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഉപയോഗവും നിങ്ങളുടെ ബഡ്ജറ്റും അനുസരിച്ചിട്ട് നിങ്ങൾ മെഷീൻ സെലക്ട് ചെയ്യുക. അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ കേട്ടിട്ടുള്ള കമ്പനികളുടെ മെഷീൻ നോക്കി വാങ്ങിക്കുക. നമ്മൾ കേട്ടിട്ടേ ഇല്ലാത്ത ഒരു കമ്പനിയുടെ മെഷീനേക്കാൾ നമ്മൾ കേട്ടിട്ടുള്ള കുറേ 5-6 കമ്പനികളുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മൾ പുതിയ മെഷീൻ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.